മുതൽ അടുത്ത 100 ദിവസക്കാലത്തേക്ക് 541 പ്രോജക്റ്റുകൾ 100 ദിവസക്കാലം കൊണ്ട് തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിക്കുക. ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ നടത്തി 100 ദിവസം കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഈ പദ്ധതികൾ പൂർത്തിയാക്കും. ഈ ഗവൺമെന്റ് പ്രൂവ് ചെയ്യേണ്ടതാണ് ജനങ്ങളുടെ മുന്നിൽ. ഇത് വിശ്വാസ്യതയുള്ള സർക്കാരാണ്, ഉത്തരവാദിത്തമുള്ള സർക്കാരാണ്. 541 പ്രോജക്റ്റുകൾ 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം എന്ന് ജനങ്ങൾക്ക് ഉറപ്പുകൊടുത്ത സർക്കാരാണ്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആദ്യത്തെ 100 ദിവസം ഈ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സകല ശ്രമങ്ങളും നടത്തും. അത് ഈ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആവേശം കൂടിയായി, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ആവേശം കൂടിയാവും. കേരളം കണ്ടുപരിചയിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ നിന്നും ഏറെ വ്യത്യസ്തനാകുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും ശരീരഭാഷയിലുമെല്ലാം വല്ലാത്ത ഒരു ആത്മവിശ്വാസം പ്രകടമാകുന്നുണ്ട്. നാം ഓർക്കണം, ഒരു ദിവസത്തെ പോലും മുൻ ഭരണപരിചയമില്ലാതെയാണ് വി ഡി സതീശൻ എന്ന നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയത്. എന്നാൽ ഈ ഭരണപരിചയമില്ലായ്മയോ അതിൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവോ അദ്ദേഹത്തിൻ്റെ ശൈലിയിലോ പ്രവർത്തനത്തിലോ പ്രകടനത്തിലോ ഒരു ഘട്ടത്തിലും ഇതുവരെ പ്രതിഫലിച്ചിട്ടില്ല. അധികാരം ഏറ്റെടുത്ത ആദ്യ നാൾ മുതൽ കേരളത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കാം എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കർമ്മരേഖ അവതരിപ്പിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. പല ഘട്ടത്തിലും അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നാളുകളിൽ തന്നെ കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും അവയെ എങ്ങനെ അതിജീവിക്കാമെന്നുമുള്ള കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളികളെ കൃത്യമായി അടയാളപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു മികച്ച ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നതിനപ്പുറം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മുടെ സംസ്ഥാനം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവ് ഏറെ പ്രധാനമാണ്. വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങളായി അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ഒന്ന് എന്ന് പറയുന്നത് പദ്ധതി നിർവഹണത്തിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന കാലതാമസമാണ്. അതായത് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഡിലേ. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന സാധ്യതകളെ എപ്രകാരം ബാധിക്കുന്നുവെന്നും കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ 1 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടോ പൂർത്തിയാകേണ്ട ഒരു പദ്ധതി, അതിൻ്റെ നിർവഹണം അല്ലെങ്കിൽ പൂർത്തീകരണം 2-3 വർഷത്തിലേക്ക് മുൻപോട്ട് നീങ്ങുകയാണെങ്കിൽ അതിൻ്റെ അടങ്കൽ തുകയടക്കം വലിയ രീതിയിൽ വർദ്ധിക്കും. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. വിലക്കയറ്റവും വർദ്ധിച്ച വേതനങ്ങളുമെല്ലാം ഇതിൻ്റെ നിരവധി കാരണങ്ങളിൽ ഓരോന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ഒരു പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ഇത്തരത്തിലുള്ള ഉണ്ടാകുന്ന വൈകൽ അല്ലെങ്കിൽ പദ്ധതി നിർവഹണം പൂർത്തിയാകുന്നതിനുള്ള താമസം, അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളെയും അദ്ദേഹം കൃത്യമായി അടയാളപ്പെടുത്തി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയോചിതമായിട്ടുള്ള പദ്ധതി നിർവഹണ പൂർത്തിയാക്കലാണ് താൻ അധികാരത്തിലെത്തിയാൽ ലക്ഷ്യമിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച്, അതായത് നേരത്തെ അദ്ദേഹം പറഞ്ഞു വെച്ചതനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്കടക്കം ഈ ഒരു കാര്യത്തിൽ കൃത്യമായ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്തുകൊണ്ടായിരിക്കും തൻ്റെ സർക്കാർ മുന്നോട്ട് പോകുക എന്നതാണ്. ഇപ്പോൾ വി ഡി സതീശൻ്റെ സർക്കാർ അധികാരത്തെ ഏറ്റെടുത്ത ആദ്യ നിയമസഭാ സമ്മേളനം പൂർത്തിയാകുമ്പോൾ ആ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം ഒരു വമ്പൻ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ വിവിധ വകുപ്പുകളിലായി 541 പദ്ധതികൾ കണ്ടെത്തിക്കൊണ്ട് ഇവയുടെ നിർവഹണവും പൂർത്തീകരണവും 100 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നുള്ള അവകാശവാദമാണ് അല്ലെങ്കിൽ പ്രഖ്യാപനമാണ് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. സഭയ്ക്കുള്ളിലാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്നായി കണ്ടെത്തിയ 541 പദ്ധതികൾ കൃത്യമായി 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഓരോ 20 ദിവസവും ഈ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുവാനുള്ളൊരു സംവിധാനം തൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരുക്കുമെന്നും പറയുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കുന്ന ഒരു ഡാഷ്ബോർഡിലൂടെയായിരിക്കും ഇത്തരത്തിൽ പദ്ധതികളുടെ പുരോഗതി ഓരോ 20 ദിവസം കൂടുമ്പോഴും വിലയിരുത്തുന്നതെന്നും മുഖ്യമന്ത്രി വിശദമാക്കിയിട്ടുണ്ട്. ഇവിടെ ഡേറ്റ അഗ്രിഗേഷനും ഡേറ്റ കളക്ഷനും ഡേറ്റ അനാലിസിസും എല്ലാം ഒരേപോലെ തന്നെ നിർവഹിക്കുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ ഈ ഡാഷ്ബോർഡ് അദ്ദേഹം ക്രമീകരിക്കുക. ഏതൊക്കെയാണെങ്കിലും ഇന്നലെ സഭാ സമ്മേളനം പൂർത്തിയായിട്ടുണ്ട്. ഇന്നു മുതൽ 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കുവാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ്, ആദ്യ 100 ദിന കർമ്മരേഖയാണ് സതീശൻ സഭയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്.
വി.ഡി. സതീശൻ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ 541 പദ്ധതികളിൽ പൂർണ്ണമായും എല്ലാം പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഇതിൽ പകുതിയെങ്കിലും പൂർത്തിയാക്കിയാൽ, അതായത് 270 എണ്ണമെങ്കിലും സമയബന്ധിതമായി പൂർത്തിയാക്കിയാൽ അത് വലിയൊരു വിജയമായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. കേരളത്തിൻ്റെ വികസന കുതിപ്പിന് പുതിയൊരു ദിശയൊരുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫലപ്രദമായിട്ടുള്ള നടപ്പാക്കലിനെ ആശ്രയിച്ചിരിക്കും വി.ഡി. സതീശൻ സർക്കാരിൻ്റെ മുമ്പോട്ടുള്ള കുതിപ്പിൻ്റെ വേഗത നിർണ്ണയിക്കപ്പെടുക എന്ന കാര്യത്തിലും തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷകളാണ് പകർന്നു നൽകുന്നത്. 541 പദ്ധതികൾ 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള വി.ഡി. സതീശൻ സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ ആദ്യ 100 ദിന കർമ്മ പദ്ധതിയെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് ധനവിനിയോഗ ബില്ലാണ് സഭ പാസ്സാകുന്നത്. ജനങ്ങളുടെ നികുതി പണം സൂക്ഷ്മതയോടുകൂടി, കൃത്യമായി, ഭംഗിയായി, പൂർണ്ണതയോടുകൂടി അത് നടപ്പാക്കും. ജനങ്ങളുടെ നികുതി പണമാണ് ചെലവഴിക്കപ്പെടുന്നതെന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ബോധ്യം വേണം. സാർ, ഞാൻ ഈ മന്ത്രിസഭയ്ക്ക് വേണ്ടി ഉറപ്പ് നൽകുന്നു, ആ പദ്ധതികൾ കൃത്യമായ ഉത്തരവാദിത്വത്തോടുകൂടി, കൃത്യമായ ദിശാബോധത്തോടുകൂടി, ജനങ്ങളുടെ പണമാണ് ചെലവാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ അതെല്ലാം ഭംഗിയായി നടപ്പാക്കും. ഓരോ വകുപ്പിലും സൂക്ഷ്മതയോടുകൂടി എല്ലാ മന്ത്രിമാരും ഉൾപ്പെടെ ഞങ്ങൾ കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഈ സഭ പാസാക്കി തന്ന ഈ പണം ചെലവഴിക്കും, ശ്രദ്ധയോടുകൂടി ചെലവഴിക്കും, സമയം വൈകിക്കാതെ. ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. 10 കൊല്ലവും 15 കൊല്ലവും വൈകി പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ നികുതി പണം ഒഴുകിപ്പോകുന്നതിന് കണക്കില്ല. അതിന് മാറ്റമുണ്ടാകണം. മാത്രമല്ല സാർ, ഇന്നു മുതൽ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ 1-ാം തീയതി മുതൽ അടുത്ത 100 ദിവസക്കാലത്തേക്ക് 541 പ്രോജക്റ്റുകൾ 100 ദിവസക്കാലം കൊണ്ട് തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിക്കുക. 541 പ്രോജക്റ്റുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്ന പരിശോധന കഴിഞ്ഞ് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ 541 പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ നടത്തി 100 ദിവസം കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഈ പദ്ധതികൾ പൂർത്തിയാക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള യോഗം അതിനുവേണ്ടി വിളിക്കും. സാർ, 100 ദിവസത്തെ 5ആക്കി തിരിച്ച് ഓരോ 20 ദിവസം കൂടുമ്പോഴും ഈ പദ്ധതി എവിടെ വരെ എത്തി, 541 പ്രോജക്റ്റുകൾ എന്നതിൻ്റെ റിവ്യൂ മീറ്റിംഗ് ഉൾപ്പെടെ നടത്തി ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും അപ്ഡേറ്റ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ഡാഷ്ബോർഡ്, ആധുനികമായ ടെക്നോളജിയുടെ പിൻബലത്തോടു കൂടിയ ഒരു ഡാഷ്ബോർഡ് വെച്ച് ഓരോ പദ്ധതിയുടെയും സ്റ്റേറ്റസ്, ഓരോ പദ്ധതിയുടെയും പൊസിഷൻ ഓരോ 20 ദിവസം കൂടുമ്പോഴും ഓരോ 10 ദിവസം കൂടുമ്പോഴും മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് ആക്ഷൻ കൂടി ഈ 541 പദ്ധതികൾക്കുണ്ടാകും. ഈ ഗവൺമെന്റ് ഇംപ്രൂവ് ചെയ്യേണ്ടതാണ് ജനങ്ങളുടെ മുന്നിൽ. ഇത് വിശ്വാസ്യതയുള്ള സർക്കാരാണ്, ഉത്തരവാദിത്തമുള്ള സർക്കാരാണ്. 541 പ്രോജക്റ്റുകൾ 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്ത സർക്കാരാണ്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആദ്യത്തെ 100 ദിവസം ഈ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സകല ശ്രമങ്ങളും നടത്തും. അത് ഈ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആവേശം കൂടിയായി, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ആവേശം കൂടിയാവും. കൂടുതൽ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം സമയബന്ധിതമായി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി തമാശ പറഞ്ഞു, 3 മാസം കൂടുമ്പോൾ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 മാസം കൂടുമ്പോഴാണ് സാധാരണ ഡെലിവറി ഉണ്ടാകുന്നത്. പക്ഷേ പദ്ധതികൾക്ക് ഓരോ 3 മാസക്കാലവും ഉണ്ടാവും. ഈ ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പെർഫോമൻസ് ഓഡിറ്റിംഗ് കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആധുനികമായ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയ പരിശോധനയും ഫോളോ അപ്പും ഉണ്ടാവും. ഇത് നടപ്പാക്കി വരുത്താൻ എല്ലാ നിയമസഭാംഗങ്ങളും, എല്ലാ ഉദ്യോഗസ്ഥരും കൂട്ടായ പരിശ്രമം, ഒരു ടീമായി നിന്നുകൊണ്ട് അത് പൂർത്തിയാക്കാനുള്ള ഒരുമിച്ചുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.